മോളെ. അച്ഛന് വരാൻ കഴിയില്ലല്ലോ. അച്ഛന് ലീവ് കിട്ടാൻ പ്രയാസമാ. അച്ഛൻ വരണം. അച്ഛൻ വന്നില്ലെങ്കിൽ സത്യമോള് പോകില്ല. വാശി പിടിക്കല്ലേ മോളെ. അച്ഛന് വരാൻ പറ്റാത്തോണ്ടല്ലേ. മോൾ അമ്മയെ വിളിച്ചോണ്ട് പോ. അച്ഛാ, എല്ലാ കാര്യത്തിനും അമ്മയാ വരുന്നേ. എന്റെ അച്ഛനെ മാത്രം ആരും കണ്ടിട്ടില്ല. എനിക്ക് അച്ഛനില്ലെന്ന് പറയുന്നവർക്ക് മുന്നിൽ എന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരം കൂടിയായത്. അതുകൊണ്ട് അച്ഛൻ വന്നേ നോക്കൂ. സംഗതി കുടുങ്ങിയല്ലോ. ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കിയെടുക്ക. സത്യാണെങ്കി ഭയങ്കര നിർബന്ധത്തിലുമാണല്ലോ. അച്ഛാ, അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? അച്ഛൻ വരാതെ ഞാൻ പോകില്ല. മോളെ, അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛൻ ഇവിടെ ലീവിന് അപേക്ഷിച്ച് നോക്കട്ടെ. ലീവ് കിട്ടിയ അച്ഛൻ വരാം. പക്ഷെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. അച്ഛൻ അറിയാവോ, രമേശ് എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ എപ്പോഴും കളിയാക്കുക. എനിക്ക് അച്ഛനില്ല, ഞാൻ പറയുന്നതൊക്കെ കള്ളാണെന്നൊക്കെയാ പറയുന്നേ. എനിക്ക് അവന്റെ മുന്നിൽ എന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തണം. അതിന് എന്റെ അച്ഛൻ വന്നേ നോക്കൂ. അച്ഛൻ വന്നില്ലെങ്കിൽ സത്യമോൾ ഇനി മിണ്ടില്ല. എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അച്ഛൻ വരണം. വരില്ലേ അച്ഛാ? അച്ഛൻ പറ അച്ഛാ, നാളെ വരില്ലേ? പറ അച്ഛാ, വരാന്ന് പറ. ഇല്ലെങ്കിൽ സത്യമോൾ ഒന്നും കഴിക്കില്ല കേട്ടോ. അച്ഛൻ വരാന്ന് പറയുന്നവരെ ഞാൻ പട്ടിണി കിടക്കും. മോളെ, അച്ഛൻ വരാം. ഓക്കെ അച്ഛാ, താങ്ക്സ്. എന്റെ അച്ഛന് ചത്തൊരു ഉമ്മ. എന്താ മോളെ, ഹോംവർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? ചെയ്തമ്മേ, എല്ലാം പെർഫെക്റ്റാ. പിന്നെന്താ, നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ നാഷണൽ ടാലന്റിന്റെ അവാർഡ് വാങ്ങാൻ എന്റെ അച്ഛൻ വരും. എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. സത്യേ, അതാ വരുന്നു. ആദ്യമൊന്നും സമ്മതിച്ചില്ല. ഞാൻ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ വരാന്ന് സമ്മതിച്ചു. മോൾ എന്തിനാ അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛൻ വെറുതെ ജോലിയൊക്കെ കളഞ്ഞു വരണ്ടേ? അച്ഛൻ അങ്ങനെ എന്റെ കാര്യങ്ങൾക്കൊന്നും വരുന്നില്ലല്ലോ ശാരദാമ്മേ. ഇതിനെങ്കിലും വരട്ടെ. എനിക്ക് അങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് ഞാനും പോകുന്നില്ല. അയ്യോ, അപ്പൊ പിന്നെ അവാർഡ് വാങ്ങിക്കണ്ടേ? വേണ്ട, ഞാൻ ഇനി ക്ലാസ്സിലേക്ക് പോകില്ല. മോളെ, സത്യ വെറുതെ വാശി പിടിക്കരുത്. അച്ഛന് ജോലി തിരക്കുണ്ടായിട്ടല്ലേ വരാൻ പറ്റാത്തത്. അതുകൊണ്ടല്ലേ അമ്മ വരാന്ന് പറഞ്ഞത്. ഞാൻ പോകില്ലെന്ന് പറഞ്ഞ പോകില്ല. ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അച്ഛനെയും കൊണ്ട് ചെല്ലാമെന്ന്. അച്ഛൻ വന്നില്ലെങ്കിൽ പിന്നെ കള്ളമാണെന്നല്ലേ അവര് വിചാരിക്കൂ.
മോളെ, അതെ നമുക്കേ വേറൊരു ദിവസം അച്ഛനെ കൊണ്ടുപോയാലോ? എന്തിനാ മറ്റൊരു ദിവസം ആക്കുന്നത്? നാളെ പോകാലോ. അച്ഛൻ എന്നോട് വരാന്ന് പറഞ്ഞല്ലേ. പപ്പി, രോഹിതങ്ങൾ വരില്ലേ? അച്ഛൻ മാത്രല്ല, വിഷ്ണു അച്ഛനും സത്യമ്മ എല്ലാരും വരും. എന്റെ അച്ഛനും വരും. എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ട് അമ്മയോട് പോലും ഞാൻ വരണ്ടെന്നാ പറഞ്ഞത്. വാക്ക് തന്നത് ഞാനല്ലേ സത്യ. ചേച്ചിയമ്മ എല്ലാം നോക്കിക്കോളാന്നാ പറഞ്ഞിരിക്കുന്ന. എന്തെങ്കിലും ഒരു വഴി ചേച്ചിയമ്മ കാണാതിരിക്കില്ല. പപ്പി എന്താ ആലോചിക്കുന്നേ? അല്ല, എന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലല്ലോ. സത്യാമ്മ വിഷ്ണുസിനൊക്കെ അച്ഛന്റെ കൂടെ വേഗം വരാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ഇതിപ്പോ സമയത്തിന് ആരെയും കണ്ടില്ലല്ലോ. ഇനിയും ആരുടെയൊക്കെ പേരൻസാ വരാനുള്ളത്? ഒന്ന് എഴുന്നേറ്റ് നിന്ന്. സത്യഭാമയുടെ ആരാ വരുന്നത്? അമ്മയാണോ? അമ്മ മാത്രമേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെയാ. അച്ഛനാ വരുന്നത്.